നമ്മളെല്ലാവരും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തേടിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ലേ? സമാധാനം, സന്തോഷം, പണം, ബന്ധങ്ങൾ, ആരോഗ്യം. പക്ഷെ ഒരു കാര്യമാണ് പലരും മനസ്സിലാക്കാതെ പോകുന്നത്. അതെന്താണ്? നമ്മൾക്കിതിനകം കിട്ടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള നന്ദി പറയാൻ നമ്മൾക്ക് പലപ്പോഴും മറന്നു പോവുകയാണ്. നമ്മളതിന് സമയം എടുത്തിട്ടില്ല. ദിവസവും പ്രപഞ്ചത്തിനോട് നന്ദി പറയുക. അങ്ങനെ കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും ഇതൊക്കെ മോട്ടിവേഷണൽ ഡയലോഗാണെന്ന്. പക്ഷേ സത്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ഡയലോഗല്ല, ഇതൊരു ശക്തിയാണ്, ഒരു എനർജിയാണ്. നമ്മുടെ ജീവിതം സ്ലോലി മാറ്റാൻ തുടങ്ങുന്ന ഒരു ഇൻവിസിബിൾ പ്രോസസ്സാണ് നന്ദി പറയുക എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾക്ക് എപ്പോഴും ലക്കുണ്ടെന്ന് തോന്നും. നമ്മൾ പലരെയും നോക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവർ ഭാഗ്യശാലികളാണ്, അവർക്കെല്ലാം നടക്കുന്നു എന്ന്, അല്ലേ? അവർ എന്ത് ചെയ്താലും സംഭവ കാര്യങ്ങൾ ശരിയാകുന്നുണ്ട്. എന്നാൽ ചിലർ എത്ര ശ്രമിച്ചാലും എന്തോ ഒരു തടസ്സം, ഒരു നെഗറ്റീവ് സൈക്കിളിലാണ് അവരെന്ന് തോന്നുന്ന പോലെ ഒരു കാര്യതടസ്സങ്ങൾ. ഇതിൽ പലപ്പോഴും കാരണം പുറത്തല്ല, ഉള്ളിലാണ്. നമ്മൾ ദിവസവും എന്താണ് ചിന്തിക്കുന്നത്, അതാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്നും ഒരു പ്രോബ്ലം ഡേ ആകും എന്ന് മനസ്സിൽ പറഞ്ഞാൽ അതേപോലെ തന്നെ ആ ദിവസം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ അതേസമയം നിങ്ങൾ കണ്ണ് തുറക്കുന്ന നിമിഷം എനിക്ക് ജീവിക്കാൻ ഇന്നും ഒരു ദിവസം കിട്ടി, നന്ദി പ്രപഞ്ചമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ തന്നെ ഒരു സബ്റ്റൽ ചേഞ്ച് നിങ്ങളിൽ ഉണ്ടാകും. ആദ്യ ദിവസം ഒന്നും വലിയ മാറ്റമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല എങ്കിൽ പോലും പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ചേഞ്ച് ആകാൻ തുടങ്ങും. നിങ്ങൾ കംപ്ലൈൻറ്റ് മോഡിൽ നിന്നും ഗ്രാറ്റിറ്റ്യൂഡ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കും, കിട്ടാത്തതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിച്ചിരിക്കും. മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്യും. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ സന്തോഷം കാണാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സന്തോഷം അനുഭവിക്കാൻ തുടങ്ങും. എനിക്കൊരു വീടുണ്ട്, നന്ദി. എനിക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്, നന്ദി. എനിക്കൊരു ശരീരമുണ്ട്, അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നു, നന്ദി. ഇത് ചെറിയ കാര്യങ്ങൾ പോലെ നിങ്ങൾക്ക് തോന്നും, ഇത് സർവ്വസാധാരണമാണെന്ന്, ഇതിനൊക്കെ നന്ദി പറയണം. പക്ഷേ സത്യത്തിൽ ജീവിതത്തിലെ വലിയ അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം. നമ്മൾ സാധാരണ ഈ കാര്യങ്ങൾ ഇഗ്നർ ചെയ്യുകയാണ്. കാരണം അത് നമ്മൾക്ക് നോർമലായിട്ട് തോന്നുന്നു. പക്ഷെ ഒരു ദിവസം അത് ഇല്ലാതായാൽ എന്ത് ചെയ്യും? അപ്പോഴാണ് അതിൻ്റെ വാല്യൂ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസാണ്. അത് നമ്മൾക്ക് കോൺഷ്യസായി ചെയ്യണം. ആ നന്ദി പറച്ചിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് 2 മിനിറ്റെങ്കിലും കണ്ണടച്ച് ഇന്നത്തെ ദിവസത്തിൽ നല്ലതായി നടന്ന 3 കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ഓർക്കുക. അതെന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. ഇപ്പോൾ ഒരാൾ നിങ്ങളെ നോക്കി ചിരിച്ചതായിരിക്കാം, അതുപോലും കൗണ്ട് ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഇന്ന് കഴിക്കാൻ പറ്റി, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റി, ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം വേറൊരാൾ സോൾവ് ചെയ്തു. അതെല്ലാം ഓർക്കുമ്പോൾ സിംപിളി പറയുക നന്ദി. ഈ നന്ദി എന്നൊരു വാക്ക് വെറുതെ വാക്കല്ല, അതൊരു വൈബ്രേഷനാണ്. നിങ്ങൾ ഓരോ പ്രാവശ്യം നന്ദി പറയുമ്പോഴും നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്നത്, എനിക്ക് കിട്ടിയതിൽ ഞാൻ സന്തോഷവാനാണ്, ഞാൻ റെഡിയാണ്, കൂടുതൽ നല്ല കാര്യങ്ങൾ സ്വീകരിക്കുവാൻ ഞാൻ റെഡിയാണ്. അപ്പോഴാണ് ലൈഫ് സ്ലോലി തുറക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഗ്രാറ്റിറ്റ്യൂഡ് ഫേക്കായിട്ട് പറയരുത്. മനസ്സിൽ കംപ്ലൈൻ്റ് ഉണ്ട്, പക്ഷെ പുറത്ത് നന്ദി എന്ന് പറഞ്ഞാൽ അതിന് വലിയ എഫക്റ്റ് ഉണ്ടാകില്ല. അതുകൊണ്ട് സ്ലോലി നമ്മൾ തുടങ്ങണം. ആദ്യം നിങ്ങൾ നന്ദി പറച്ചിൽ തുടങ്ങുമ്പോൾ, ആ ഒരു ശീലം നിങ്ങൾ പതിവാക്കുമ്പോൾ ഫോഴ്സായി നിങ്ങൾക്ക് തോന്നും. പക്ഷേ അത് നോർമലാണ്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ ഒരു ദിവസം അത് നാച്ചുറലായിട്ട് മാറും. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവായ കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. മുൻപ് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അവസരങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെനിക്കുള്ളതാണല്ലോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആളുകൾ, ബ്ലെസ്സിങ്സ് എല്ലാം സ്ലോലി ലൈഫിലേക്ക് വരാൻ തുടങ്ങും. കാരണം സിമ്പിളാണ്, നിങ്ങൾ ഫോക്കസ് മാറ്റുകയാണ്. നമ്മുടെ മൈൻഡ് ഒരു ഫിൽറ്റർ പോലെയാണ് കൂട്ടുകാരെ. നിങ്ങൾ എന്ത് സെർച്ച് ചെയ്യുന്നു അത് തന്നെയാണ് കൂടുതൽ കാണിക്കുന്നത്.
സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. നിങ്ങൾ ഏത് കാര്യത്തിനും ഉദ്ദേശിച്ചാണോ നിങ്ങൾ ഒരു സ്ക്രോൾ ചെയ്യുന്നത്, അത് സംബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നത്, അല്ലേ? നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എക്സ്പീരിയൻസ് മാത്രമായിരിക്കും നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത്. നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ ലൈഫിലുള്ള നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യും. ഇതൊരു മാജിക്കല്ല, ഇതൊരു സൈക്കോളജി കൂടിയാണ്, സ്പിരിച്വാലിറ്റി കൂടിയാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ? പക്ഷെ ഒരിക്കലെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, ഞാൻ എന്താണ് ഡെയിലി ഫോക്കസ് ചെയ്യുന്നത്? എൻ്റെ ചിന്തകൾ എന്താണ്? എൻ്റെ പ്രവൃത്തികൾ എന്താണ്? അതിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഒരു സിമ്പിൾ എക്സസൈസ് ഞാൻ പറയാം. ഇന്ന് മുതൽ 7 ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 3 കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയും. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് വീണ്ടും 3 കാര്യങ്ങൾക്ക് നന്ദി പറയും. അതിനു പുറമെ ദിവസത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നെഗറ്റീവ് തോട്ട് നിങ്ങൾക്ക് വന്നാൽ അതിനെ ഫോഴ്സായിട്ട് പോസിറ്റീവാക്കി മാറ്റാൻ നിൽക്കണ്ട. പക്ഷേ ഒരു ചെറിയ ഗ്രാറ്റിറ്റ്യൂഡ് അതിൽ കൂടി ചേർക്കുക. ഇതെനിക്കിഷ്ടമായില്ല, പക്ഷേ ഞാൻ ഇപ്പോഴും സേഫാണ്, നന്ദി. ഇത് മൈൻഡിനെ ട്രെയിൻ ചെയ്യും. 7 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ നോട്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ മാറുന്നത് നിങ്ങൾക്കറിയാം. 30 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതം തന്നെ മാറാൻ തുടങ്ങും. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫീലിംഗ്, ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾ യൂണിവേഴ്സിനോട് ഫൈറ്റ് ചെയ്യുന്നത് നിർത്തും. നിങ്ങൾ ഫ്ലോവിലേക്ക് കിടക്കും. അപ്പോൾ തിങ്സ് സ്റ്റാർട്ട് അലൈനിങ്. പലരും ചോദിക്കും, നന്ദി പറഞ്ഞാൽ മാത്രം എല്ലാം ശരിയാകുമോ എന്ന് പലരും ചോദിക്കും. അല്ല, പക്ഷേ നിങ്ങൾ ശരിയാകാൻ തുടങ്ങും. നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ഡിസിഷൻസ് മാറും, നിങ്ങളുടെ എനർജി മാറും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറും. അതാണ് സത്യം. ഇത് വളരെ സിമ്പിളായ ഒരു പ്രാക്ടീസാണ്, പക്ഷേ കൺസിസ്റ്റൻസിയാണ് കീ. ഒരു ദിവസം ചെയ്തിട്ട് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇതൊരു സീഡ് പോലെയാണ്. നിങ്ങളിപ്പോൾ ഒരു വിത്ത് മണ്ണിൽ നട്ടു, വെള്ളമൊഴിച്ചു. നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം അത് നിങ്ങൾക്ക് ഉദ്ദേശിച്ച മരമായി വളർന്നത് നിങ്ങൾക്ക് വിളവ് തരും. അതേപോലെ തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്ന് നിങ്ങൾ നന്ദി പറഞ്ഞു, നാളെ ചെറിയ ഒരു ചേഞ്ച് ഉണ്ടായി, പിന്നീട് വലിയ ചേഞ്ച് ഉണ്ടാവും. ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. മുൻപ് നിങ്ങളെ അലട്ടിയ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അത് ഫേസ് ചെയ്യേണ്ടി വന്നാലും അതത്ര നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല, അത് വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. കാരണം പ്രശ്നങ്ങൾ മാറിയത് കൊണ്ടല്ല, നിങ്ങൾ മാറിയത് കൊണ്ടാണ്. പ്രശ്നങ്ങൾ അങ്ങനെ തന്നെയുണ്ട്. നമ്മുടെ കൂടെ ഇരിക്കുന്ന ചുറ്റുപാടും ഇരിക്കുന്ന ആളുകളെല്ലാം അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ അവർ മാറിയില്ല, നമ്മൾ മാറി. നന്ദി പറയുന്ന ഒരു മനുഷ്യൻ ശക്തനായ ആളാകുകയാണ്. അവർ പുറത്തുള്ള സാഹചര്യങ്ങളെ ബ്ലെയിം ചെയ്യുന്നത് കുറയും. അവർ ഉള്ളിൽ നിന്ന് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. അതാണ് അതിൻ്റെ ആ ഒരു രഹസ്യം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്, എനിക്കിത് കിട്ടിയാൽ ഞാൻ സന്തോഷവാനാകും. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ സന്തോഷവാനാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ എന്നിലേക്ക് വരും, എനിക്ക് കിട്ടും എന്നതാണ്. ഇത് റിവേഴ്സ് തിങ്കിങ് ആണ്. ഒരു ചെറിയ കഥ പോലെ നിങ്ങൾക്ക് ഞാൻ പറയാം. ഇപ്പോൾ ഒരിടത്തൊരാളുണ്ടായിരുന്നു. എപ്പോഴും ലൈഫിനെ കുറിച്ച് കംപ്ലയിൻറ്റ് പറയുന്ന ആളാണ്. എനിക്ക് നല്ല ജോലിയില്ല, എനിക്ക് പണമില്ല, ആരും എന്നെ സഹായിക്കുന്നില്ല എന്നൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഒരാൾ അവനോട് പറഞ്ഞു, നിങ്ങൾ ദിവസവും 10 കാര്യങ്ങൾക്ക് നന്ദി പറയാൻ ട്രൈ ചെയ്യേ. അങ്ങനെ ട്രൈ ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറും. ആദ്യം അവർ ചിരിച്ചു. ഇനി എന്തിനു നന്ദി പറയണം? ഒന്നും ശരിയില്ല. എത്ര ദൈവങ്ങളുടെ അടുത്ത് പോയി, എത്ര പ്രാർത്ഥിച്ചു, എത്ര വ്രതം എടുത്തു, ഒന്നും എനിക്ക് ശരിയാവുന്നില്ല. പിന്നെന്തിന് നന്ദി പറയണം? പക്ഷെ എന്നാലും അവരത് ട്രൈ ചെയ്തു. ആദ്യത്തെ ദിവസം വളരെ ബുദ്ധിമുട്ടായിരുന്നു. 2 കാര്യങ്ങൾ പോലും ജീവിതത്തിൽ നടക്കുന്ന നന്ദി പറയാൻ തക്ക ഒരു കാരണം കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷേ അവർ വിട്ടില്ല. എനിക്കിന്നും ശ്വാസമുണ്ട്, നന്ദി. എനിക്ക് നടക്കാൻ കഴിയും, നന്ദി. ഇങ്ങനെ തുടർന്ന് ഓരോന്ന് കണ്ടുപിടിച്ച് പറയാൻ തുടങ്ങി. 7 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ചെറിയ സന്തോഷം ഫീൽ ചെയ്യാൻ തുടങ്ങി. 30 ദിവസം കഴിഞ്ഞപ്പോൾ അവരൊരു അവസരം നോട്ടീസ് ചെയ്തു. മുൻപ് ഇഗ്നോർ ചെയ്തിരുന്ന ഒരു ജോലി ചാൻസ്, ആ ജോലിയെ സ്വീകരിച്ചു. അത് അവരുടെ ജീവിതത്തെ സ്ലോലി ചേഞ്ചാക്കി. ഇവിടെ മാജിക് ജോബ് അല്ല കിട്ടിയത്, മാജിക് അവൻ്റെ മൈൻഡാണ് ചെയ്തത്. മുൻപ് നെഗറ്റീവ് ഫിൽറ്ററിലായിരുന്നു. അപ്പോൾ ഒരു ജോലി സാധ്യത വന്നപ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രം ചിന്തിച്ചതിനെ അവോയ്ഡ് ചെയ്തു. ഇപ്പോൾ പോസിറ്റീവ് ഫിൽറ്ററായി. അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ തുടങ്ങി.
ആ വന്ന ജോലിയിലുള്ള പോസിറ്റീവ് കാര്യങ്ങളെ മനസ്സിലാക്കി അത് സ്വീകരിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചം നമ്മളെ പണിഷ് ചെയ്യാൻ വേണ്ടിയല്ല ഉള്ളത്, അത് നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ എന്ത് എനർജിയാണ് അയക്കുന്നത് അതിൻ്റെ സെയിം ഫ്രീക്വൻസിയാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. നിങ്ങളിപ്പോൾ കംപ്ലൈൻറ്റ് അയച്ചു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. നിങ്ങൾ നന്ദി പറഞ്ഞാൽ നന്ദി പറയാനുള്ള കൂടുതൽ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇതൊരു ലോയാണ്. അതുകൊണ്ട് തന്നെയാണ് പല മഹാന്മാരും പറഞ്ഞിട്ടുള്ളത്, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് വേ ടു ചേഞ്ച് യുവർ ലൈഫ്. ഇപ്പോൾ ഒരു ഡീപ്പർ പോയിൻ്റ് ഞാൻ പറയാം. നന്ദി പറയുന്നത് മാത്രം ഒരു മെറ്റീരിയൽ തിങ്സിന് വേണ്ടിയിട്ടായിരിക്കരുത്. അതിനല്ല നന്ദി പറയുന്നത്. പലരും പറയുന്നത് എനിക്ക് വീട് കിട്ടി നന്ദി, എനിക്ക് കാറ് കിട്ടി നന്ദി, ഇതൊക്കെയാണ്. പക്ഷേ റിയൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നത് നിങ്ങൾ പെയിനിനും നന്ദി പറയാൻ തുടങ്ങുമ്പോഴാണ്. നിങ്ങൾക്കുള്ള വേദനകൾക്കും നിങ്ങൾക്കുള്ള കഷ്ടങ്ങൾക്കും നിങ്ങൾക്കുള്ള രോഗങ്ങൾക്കും നന്ദി പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു റിയൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. അതെ, പെയിൻ തന്നെ. നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ, ഭയങ്ങൾ, നഷ്ടങ്ങൾ, തോൽവികൾ, ഇവയെല്ലാം നമ്മളെ ബ്രേക്ക് ചെയ്യാൻ വന്നതല്ല, നമ്മളെ ടീച്ച് ചെയ്യാൻ വന്നതാണ്. ഒരു ദിവസം അപ്പോൾ നിങ്ങളിരുന്ന് ഈ പെയിൻ എന്നെ എന്താണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് നിങ്ങളെ സ്ട്രോങ്ങറാക്കി, മെച്ചുവറാക്കി, ഡീപ്പാക്കി. അപ്പോൾ നിങ്ങൾ സ്ലോലി പറയാൻ തുടങ്ങും, ഇതിനും നന്ദി. അപ്പോൾ ആ നിമിഷം നിങ്ങൾ വിക്ടിം നിന്ന് ക്രിയേറ്റർ ആവുകയാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് ഇത്രയും പ്രോബ്ലംസ്? പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരു മനുഷ്യൻ ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കാനുള്ളത്? ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ജീവിതത്തെ മാറ്റുന്നതാണ്. ഒരു പ്രാക്ടിക്കൽ എക്സസൈസ് കൂടി ഞാൻ പറഞ്ഞു തരാം. ഇന്ന് മുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ ഇമ്മീഡിയറ്റ്ലി റിയാക്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഒരു സെക്കൻഡ് പോസ് ചെയ്യുക. അപ്പോൾ ഉള്ളിൽ നിങ്ങൾ പറയും, ഇതിലും എന്തെങ്കിലും ഒരു ലെസൺ ഉണ്ട്, നന്ദി. ആദ്യത്തിൽ ഫേക്കായി തോന്നും. നിങ്ങൾ ആദ്യം പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഞാനിപ്പോൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് എനിക്കിത് നന്ദി പറയാൻ പറ്റില്ല എന്നൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾ കാമാകും, നിങ്ങളുടെ റിയാക്ഷൻ മാറും. അതോടെ നിങ്ങളുടെ സിറ്റുവേഷൻ തന്നെ ചേഞ്ച് ആകും. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും അവൻ ഇങ്ങനെ ചെയ്തു, അവൾ അങ്ങനെ ചെയ്തു എന്ന് നമ്മൾ ഹെർട്ടായി സംസാരിക്കും, അല്ലേ? നമ്മൾ ഹെർട്ടായിട്ട് നടക്കും, പലരോടും അത് പറഞ്ഞ് സങ്കടപ്പെടും. പക്ഷേ ഒരിക്കൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് പെയിൻ നൽകിയ ആളിനും നന്ദി പറയാൻ നിങ്ങൾ തുടങ്ങിക്കേ. നിങ്ങൾ എന്നെ ഹേർട്ട് ചെയ്തു, പക്ഷേ അതിലൂടെ ഞാൻ സ്ട്രോങ്ങറായി, നന്ദി. ഇത് ഈസിയായ കാര്യമല്ല, പക്ഷേ ഇത് പവർഫുള്ളാണ്. ഇത് ഈഗോ ഡിസോൾവ് ചെയ്യുന്നതാണ്. അപ്പോഴവിടെ നടക്കുന്നത് നിങ്ങൾ ഫ്രീ ആകുകയാണ്. നന്ദി പറയുന്ന മനുഷ്യന് ഒരു സ്പെഷ്യൽ പീസ് ഉണ്ടാകും. അവർക്ക് എല്ലാം പെർഫെക്റ്റ് ആകേണ്ട ആവശ്യമൊന്നുമില്ല. പെർഫെക്റ്റ് ആയിട്ടൊന്നുമായിരിക്കില്ല അവർ നന്ദി പറയുന്നത്. അവർക്ക് ലൈഫ് പെർഫെക്റ്റ് അല്ലെങ്കിലും അവർ പീസ്ഫുള്ളായിരിക്കും. കാരണം അവർ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ്. അക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് പോകും. റെസിസ്റ്റൻസ് പോയാൽ സഫറിങ് കുറയും. ഇതാണ് സത്യം. ഒരു ദിവസം